നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 1968 രാജ്യത്താകമാനം 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കിയ നയം. പ്രധാന നിർദ്ദേശങ്ങൾ: പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി നൽകുക. പിന്നാക്ക സമുദായം, SC/ST, വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക. ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുക. ദേശീയ വിദ്യാഭ്യാസ നയം 1986 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യത്താകെ പൊതുവായി അംഗീകരിച്ച നയം. പ്രധാന നിർദ്ദേശങ്ങൾ: ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന് തരംതിരിക്കുക. സെക്കൻഡറി, പ്രൈമറി, നഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള B.Ed പ്രോഗ്രാം ആരംഭിക്കുക. 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ പാഠപുസ്തക കേന്ദ്രീകൃതവും ക്വിസ് മാതൃകയിലുള്ളതുമായ ചോദ്യങ്ങൾ ഒഴിവാക്കി ആശയാധിഷ്ഠിത ചോദ്യങ്ങൾ നൽകുന്ന രീതി അവലംബിക്കുക. അടുത്തത്, സ്കൂൾ ബാഗിന്റെ ഭാരം കുട്ടിയുടെ നടുവളയ്ക്കുക മാത്രമല്ല, ചെറുപ്പം മുതൽക്കുള്ള പഠനഭാരം ദുസ്സഹമാക്കി മാറ്റുക കൂടി ചെയ്യുന്നു. ഹോംവർക്കുകളും ട്യൂഷനും പരീക്ഷകളും കാരണം കളിക്കാൻ പോലും സമയം ലഭിക്കാനില്ല. പഠനം അങ്ങേയറ്റം സന്തോഷരഹിതമായ പ്രക്രിയയായി മാറുന്നു. ഇതാരുടെ വാക്കുകൾ? R.K. നാരായണൻ. അടുത്തത്, ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇന്ത്യയിലെ 3ാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം. കരട് രേഖ തയ്യാറാക്കിയത് K. കസ്തൂരിരംഗൻ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ദേശീയ തലത്തിൽ രൂപീകരിച്ച സ്കൂൾ ടീച്ചർ ഗുണനിലവാര സൂചിക, NPST എന്നാണ് അറിയപ്പെടുന്നത്. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ പുതിയ പേര് വിദ്യാഭ്യാസ വകുപ്പ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിക്കുന്ന പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ: ആദ്യത്തെ 5 വർഷം അടിസ്ഥാനപരമാണ്, ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നു. അത് 3 മുതൽ 8 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞുള്ള 3 വർഷത്തെ പ്രിപ്പറേറ്ററി സ്റ്റേജ്, തയ്യാറെടുപ്പ് ഘട്ടമെന്നാണ് അറിയപ്പെടുന്നത്. 8 മുതൽ 11 വയസ്സ് വരെ. അടുത്ത 3 വർഷം, അതായത് മിഡിൽ സ്റ്റേജ്, മധ്യഭാഗം, 11 മുതൽ 14 വയസ്സ് വരെ. ഏറ്റവും ലാസ്റ്റ് ഉള്ള 4 വർഷങ്ങൾ സെക്കൻഡറി സ്റ്റേജ് ആണ്. അത് വയസ്സ് 14 മുതൽ 18 വയസ്സ് വരെ. അടുത്തത്, NEP 2020 പ്രധാന ശുപാർശകൾ. 10+2 എന്ന ഘടനയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ രീതിക്ക് പകരം 5+3+3+4 എന്ന പുതിയ രീതി കൊണ്ടുവരിക. MPhil കോഴ്സുകൾ നിർത്തലാക്കുക. ഏത് വർഷവും പ്രത്യേക പഠന സർട്ടിഫിക്കറ്റോടു കൂടി പഠനം അവസാനിപ്പിക്കാവുന്ന തരത്തിൽ 4 വർഷ ഡിഗ്രി കോഴ്സ് ആരംഭിക്കുക. അടുത്തത്, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 RTE ആക്ട്. ഈ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2009 ഓഗസ്റ്റ് 26-നാണ്. എങ്കിലും നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-ന്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 21A. RTE 2009 പ്രധാന ശുപാർശകൾ: 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുക. പ്രാഥമിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാഭ്യാസമാണ്. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. എല്ലാ സ്കൂളുകൾക്കും സ്കൂൾ വികസന പദ്ധതി ഉണ്ടായിരിക്കണം. പ്രവർത്തനാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവും പ്രക്രിയാബന്ധിതവുമായിരിക്കണം പഠനബോധന രീതി. ഒരാഴ്ചയിൽ അധ്യാപകന്റെ പ്രവർത്തന സമയം 45 മണിക്കൂർ ആയിരിക്കണം. പ്രധാനപ്പെട്ടതാണ് അടുത്തത്, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. സ്കൂൾ പ്രവൃത്തി സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കുക. ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കുക. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലയനം. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം PSCയുടെ മേൽനോട്ടത്തിലാകണം. പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് ബിരുദവും സെക്കൻഡറി അധ്യാപകർക്ക് ബിരുദാനന്തര ബിരുദവും അടിസ്ഥാന യോഗ്യതയാക്കുക. അധ്യാപക സംഘടനകൾക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ ആകെയുള്ള അധ്യാപകരുടെ 18% ആ സംഘടനയിൽ അംഗങ്ങളായിരിക്കണം. 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണവും ഏകോപനവും ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്നീ 3 ഡയറക്ടറേറ്റുകളെയും സംയോജിപ്പിച്ച് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിക്ഷിപ്തമാക്കുക. നാഷണൽ സ്കിൽ ക്വാളിഫയിങ് ഫ്രെയിംവർക്കിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും സെക്കൻഡറി സ്കൂളുകളായി മാറേണ്ടതാണ്. വിദ്യാലയങ്ങളുടെ സ്ഥാപന മേധാവികൾ പ്രിൻസിപ്പൽ ആയിരിക്കണം. പരീക്ഷകളുടെ പേരിൽ ധാരാളം പ്രവൃത്തി ദിനങ്ങൾ നഷ്ടമാകുന്നത് തടയാൻ SSLC, ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ ഏപ്രിലിൽ നടത്താവുന്നതാണ്. സംസ്ഥാനതല കലോത്സവങ്ങൾ നടത്തരുത്. മത്സരങ്ങൾ ജില്ലാ തലത്തിൽ തന്നെ നിർത്തലാക്കണം. തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.